നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായം കാത്ത് കേരളം കണ്ണു നട്ടിരിക്കുകയാണ്. കേന്ദ്ര സഹായം വൈകുന്നതിൽ കേരളത്തിന് അതൃപ്തിയുണ്ട്. അതിന്മേലുള്ള വാക്പോരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ കേരളത്തിന് മുട്ടം പണി നൽകി കേന്ദ്രം. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതിനടക്കം പണം ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 14 വരെ വിവിധ ഘട്ടങ്ങളായി വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അടക്കം നടത്തിയിരുന്നു. ഇതിനെല്ലാം കൂടി ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 13.65 കോടി രൂപ സംസ്ഥാനത്തോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2006 മുതൽ ഈ വർഷം സെപ്റ്റംബർ 30 വരെ വിവിധ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് പ്രതിരോധ സേനയ്ക്ക് 132.61 കോടി സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്. ഈ തുക മുഴുവനും നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് പ്രതിരോധ മന്ത്രാലയം കത്ത് നൽകി ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട്. പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടിരുന്നു എന്നതും ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ട കാര്യമാണ്. അന്ന് 100 കോടിയോളം രൂപയായിരുന്നു സംസ്ഥാനം നൽകിയത്. മറ്റ് പല സമയങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ആകെ തുകയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനവും തിരച്ചിലും മറ്റും രാജ്യമെമ്പാടും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വയനാടുമായി ബന്ധപ്പെട്ട് ജൂലൈ 30, 31, ഓഗസ്റ്റ് 8, 14 ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന്റെ കണക്കുകളാണ് സേന നൽകിയിട്ടുള്ളത്. ഉരുൾപൊട്ടൽ നടന്ന ജൂലൈ 30-ന് 8.91 കോടിയും 31-ന് 4.2 കോടിയും ആവശ്യപ്പെട്ടിരുന്നു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അധിക സഹായം വേണമെന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന തർക്കം രൂക്ഷമായി തുടരുകയാണ്. അതിനിടയിലാണ് പ്രതിരോധ മന്ത്രാലയം ഇത്തരത്തിലൊരു ആവശ്യവും കൂടി ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ദുരന്താനന്തര ആവശ്യങ്ങളുടെ അവലോകന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വിചിത്രവാദമാണെന്നും ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണെന്നും മുഖ്യമന്ത്രി നേരത്തെ വിമർശിച്ചിരുന്നു. മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച മാതൃകയിൽ കേരളത്തിനും അധിക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം അനുവദിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ രാജനും വിമർശിക്കുകയുണ്ടായി. അതേസമയം വയനാട് ദുരന്ത സഹായം വൈകുകയാണ്, ഇത് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന ശശി തരൂരിന്റെ വിമർശനം, ആ ഒരു വിമർശനം അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പ്രതികരിച്ചിരുന്നു. വയനാട് ദുരന്തത്തിന്റെ തീവ്രത കേന്ദ്രം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും ദുരന്തം നേരിടാൻ എല്ലാ സഹായവും ചെയ്തുവെന്നും കേന്ദ്രത്തിന് കേരളത്തിനോടോ തമിഴ്നാടിനോടോ വിവേചനമില്ല എന്നുമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ പ്രതികരണം. വ്യോമസേന അടക്കം എല്ലാ സംവിധാനങ്ങളും ദുരന്ത സമയത്ത് വയനാട്ടിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വയനാട്ടിലെത്തി. എല്ലാ രേഖകളും സഭയിൽ വയ്ക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള പ്രതികരണമാണ് നിത്യാനന്ദ റായ് നടത്തിയത്. എല്ലാത്തിലും രാഷ്ട്രീയം കാണരുതെന്നും രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നതെന്നും 394 കോടി SDRF ഫണ്ടായി കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും മുണ്ടക്കൈ ചൂരൽമല ജനങ്ങളുടെ സംരക്ഷണം കേന്ദ്രം ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. സംസ്ഥാനം നൽകിയ റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ട്, ശേഷം ആവശ്യമായ ഫണ്ട് അനുവദിക്കും. സംസ്ഥാനം റിപ്പോർട്ട് നൽകാൻ വൈകി എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു നിത്യാനന്ദ റായ് നടത്തിയത്. എന്തായാലും കേന്ദ്ര സഹായം വൈകുന്നതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിന് കനത്ത തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സഹായം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക തിരിച്ചു നൽകണം എന്നൊരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. കേരളം എങ്ങനെ പ്രതികരിക്കും എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.